വിജയ് മാത്രമല്ല, കൂടെ TVK MLA-മാരായ ചിലർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിസഭാ വിപുലീകരണത്തിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. രേണുക, എങ്ങനെയായിരിക്കും ഇനി മന്ത്രിസഭാ വിപുലീകരണമൊക്കെ ഉടനുണ്ടാകുമോ? അതോടൊപ്പം കൂടെ നിന്ന കോൺഗ്രസിനെ, VCKയെ, CPM, CPI ഉൾപ്പെടെയുള്ള പാർട്ടികളെയൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും അവർക്കൊക്കെ മന്ത്രിസ്ഥാനം വീതിച്ച് നൽകുക വിജയ്? നോക്കുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ എടുത്തതിനു ശേഷം തന്നെ ഏതായാലും അധികം വൈകാതെ തന്നെ മന്ത്രിസഭ രൂപീകരിക്കും. ഓരോ വകുപ്പുകൾ അനുസരിച്ചും കൃത്യമായി നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയോടൊപ്പം ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ പങ്കെടുത്ത, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ നല്ലോണം വിയർത്തു പണിയെടുത്ത എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഒരു പദവികളടക്കം നൽകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വകുപ്പ് തലത്തിലേക്ക് സംസാരിച്ചു വരുമ്പോൾ കോൺഗ്രസിനടക്കം 2 സീറ്റുകളാണ് കോൺഗ്രസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരെയും എന്തായാലും പരിഗണിക്കും. അവർക്ക് ഏതൊക്കെ സീറ്റുകളാണ് എന്നതറിയത്തില്ല. കെ രാഗേഷും വിശ്വനാഥുമാണ് കോൺഗ്രസിൽ നിന്നും 2 സീറ്റുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഏത് സീറ്റൊക്കെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് സീറ്റുകൾ ആരൊക്കെയാണ് ഭരിക്കാൻ പോകുന്നത് എന്നൊരു കാര്യത്തിൽ എന്തായാലും നിലവിൽ സൂചന ലഭിച്ചിട്ടില്ല. എന്തായാലും കൃത്യമായ രീതിയിൽ ഇത്രയും പ്ലാൻ ചെയ്ത ഒരു മനുഷ്യൻ എന്തായാലും കൃത്യമായ രീതിയിൽ വകുപ്പ് തലത്തിലും പക്കായായിട്ട് ഒരു പ്ലാൻ കൊണ്ടുവന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം നല്ലോണം വിയർത്ത് പണിയെടുത്ത ഒരു മനുഷ്യൻ കൂടിയാണ് വിജയ്. ബാക്കിയുള്ളവരടക്കം TVK സംബന്ധിച്ചോളം പുതിയ മനുഷ്യന്മാരാണ്. ഈ രാഷ്ട്രീയം ഒട്ടും പരിചയമില്ലാത്ത, ഈ സിനിമ മാത്രം കണ്ട്, വിജയുടെ സിനിമ മാത്രം കണ്ട് വന്ന മനുഷ്യർക്ക് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ചില ആശങ്കകളൊക്കെ ഉണ്ടാകാം. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ വിജയ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല രേണുക, നമ്മൾ ഈ പ്രചാരണ സമയത്തൊക്കെ വിജയ് എവിടെ എത്തിയാൽ അവിടെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം വരുന്നുണ്ടായിരുന്നു. അത് പ്രായഭേദമന്യേ ആളുകൾ, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ, സ്ത്രീകൾ വരെ അവിടെ കൊഴുകിയെത്തിയതൊക്കെ കണ്ടു. പക്ഷെ അപ്പോഴൊക്കെ പലരും പറഞ്ഞത് ഇതൊക്കെ വിജയുടെ ഫാൻസ് ആണ്, ഇതൊന്നും വോട്ടാകാനിടയില്ല. അങ്ങനെയൊന്നും ദ്രാവിഡ രാഷ്ട്രീയത്തെ തള്ളിക്കൊണ്ട് പെട്ടെന്ന് മുളച്ച ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു താരത്തിന്റെ കൂടെ തമിഴ് രാഷ്ട്രീയം നിൽക്കില്ല എന്നൊക്കെയായിരുന്നു വിലയിരുത്തൽ. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണല്ലോ വിജയ് അവിടെ വലിയ രീതിയിൽ ഭൂരിപക്ഷം പിടിച്ചുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. തീർച്ചയായും അത് തന്നെയാണ്. ഒരു കുഞ്ഞുകുട്ടി മുതൽ പ്രായമായ ഒരു ആച്ചി വരെ, തമിഴ് ഭാഷയിൽ പറയുവാണെങ്കിൽ ഒരു ആച്ചി വരെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഈ വിജയുടെ ഒരു ഫാൻസ് ആണ് എന്ന് വേണം പറയാൻ. കാരണം ഇതൊരു താരപ്രഭ എന്ന് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിലെ കമലഹാസനും രജനീകാന്തിനും ഒക്കെ എപ്പോഴും ഒരു രാഷ്ട്രീയത്തിലെത്തിയിരുന്നേനെ, വലിയ രീതിയിൽ ഒരു CM ആയിരുന്നേനെ. പക്ഷേ അവർക്കൊക്കെ ലഭിക്കാത്ത ഒരു സ്വാധീനം വിജയ്ക്ക് തമിഴ് മണ്ണിൽ, ദ്രാവിഡ മണ്ണിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വിജയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ വിജയുടെ ഒരു വാക്കുകൾ, അല്ലെങ്കിൽ വിജയോടുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ പുതിയൊരു രാഷ്ട്രീയം ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷെ ദ്രാവിഡ പാർട്ടികൾ, അല്ലെങ്കിൽ ദ്രാവിഡ പാർട്ടികളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ആ വിശ്വാസം, അല്ലെങ്കിൽ തമിഴ്നാടിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ദ്രാവിഡ പാർട്ടികൾ DMK കൊണ്ടുവന്ന 11 സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന സ്വാധീനം എല്ലാം നമുക്കറിയുന്നതാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം പോലും നമുക്കറിയുന്നതാണ്. ആ ഒരു ചട്ടലംഘനം, അല്ലെങ്കിൽ ആ ഒരു ചരടൊക്കെ വെട്ടിമുറിച്ചുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ TVKക്ക് ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിജയുടെ ഒരു അല്ലെങ്കിൽ വിജയുടെ ഒരു സ്വാധീനം തമിഴ് മണ്ണിൽ എങ്ങനെയാണ് എന്നതാണ് നമുക്ക് വ്യക്തമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായം ചെന്ന മുത്തച്ഛിമാർ വരെ എന്തായാലും ഈ ഒരു വോട്ടിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. TVKയുടെ പ്രചരണത്തിൽ, അല്ലെങ്കിൽ TVKയുടെ ഭാഗമാകാൻ കുഞ്ഞു കുട്ടികൾ വരെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു CM പദവി എന്ന് പറയുന്നത് വിജയെ സംബന്ധിച്ചോളം ഒരു കുഞ്ഞു കടമ്പ മാത്രമല്ല, വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കരൂർ ദുരന്തമടക്കം വിജയുടെ മുന്നിൽ ഏറ്റവും ഒരു നാഴികക്കല്ലായി കിടന്ന ഒരു നിമിഷം കൂടിയാണ്. അതെല്ലാം തരണം ചെയ്ത്, ED റെയ്ഡുകൾ അടക്കം തരണം ചെയ്ത്, പല ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടാണ് വിജയ് എന്ന് പറയുന്ന ജോസഫ് വിജയ് എന്ന 51കാരൻ ഇന്ന് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അതൊരു ചില്ലറ കാര്യമല്ല, ഒരു കുഞ്ഞു കാര്യമല്ല. തമിഴ് മണ്ണിനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ രാഷ്ട്രീയവും തമിഴും, അതോടൊപ്പം തന്നെ തമിഴ് രാഷ്ട്രീയം, അല്ലെങ്കിൽ തമിഴ്നാട് പിന്തുടർന്നു വന്ന രാഷ്ട്രീയ ചരടുകളൊക്കെ വലിച്ചിറക്കിക്കൊണ്ടാണ് എന്തായാലും വിജയ് ഇന്ന് അധികാരത്തിൽ ഏറാൻ പോകുന്നത്. ദിവ്യ, ശരി. യെസ്, ഒരു ത്രില്ലർ, ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ, സസ്പെൻസുകൾ നിറഞ്ഞ ഒരു സിനിമ കാണുന്നത് പോലെ തന്നെയാണ് വിജയുടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തിയ ഓരോ നീക്കങ്ങളെയും നമ്മൾ കാണേണ്ടത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്രതീക്ഷിതമായിട്ട് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അവിടെ എത്തുന്നു. അതിന് പിന്നാലെ രാഷ്ട്രീയ നാടകങ്ങൾ അവിടെ ഉണ്ടാകുന്നു. വലിയ രീതിയിൽ ഉയർക്കേണ്ടി വന്നു വിജയ്ക്ക് അവിടെ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ. 118 എന്ന ആ മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിച്ചേരാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. 4ന് ഫലം വന്നുവെങ്കിലും ഏതാണ്ട് 5 ദിവസത്തോളം വിജയ് നന്നായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. DMKക്കൊപ്പം നിന്നിരുന്ന കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ചെറു പാർട്ടികളെ കൂടെ കൂട്ടി ഭരണം പിടിക്കാൻ തന്നെയായിരുന്നു ശ്രമം. അതിൽ ഉപാധികളോടുകൂടി കോൺഗ്രസ് തുടക്കത്തിൽ പിന്തുണയ്ക്കാം എന്നറിയിച്ച് ആദ്യ രംഗത്തെത്തിയത് കോൺഗ്രസ് തന്നെയായിരുന്നു. അവരുടെ ഏക ഉപാധി എന്ന് പറയുന്നത് BJPയെയോ BJPയുടെ സഖ്യകക്ഷികളെയോ കൂടെ ചേർത്തുകൊണ്ടൊരു സർക്കാർ രൂപീകരിക്കരുത് എന്നായിരുന്നു. അങ്ങനെ ആ ഉപാധി അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസിനെ കൂടെ കൂട്ടി. തുടക്കത്തിൽ കോൺഗ്രസിന്റെ
പിന്തുണ കത്ത് ഗവർണർക്ക് നൽകിയെങ്കിലും തുടക്കത്തിൽ ഗവർണർ ഈ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സർക്കാർ രൂപീകരിക്കാൻ അനുമതി നൽകാൻ കഴിയില്ല. അപ്പോൾ 118 MLA-മാരുടെ പിന്തുണ കത്തുമായി വരൂ എന്ന നിർദ്ദേശം, അത് ഒരു തവണ മാത്രമല്ല 2 3 തവണ ഗവർണറെ കണ്ടപ്പോൾ വിജയോട് ആ നിർദ്ദേശം തന്നെയായിരുന്നു നൽകിയത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇടഞ്ഞു നിൽക്കുന്ന കാഴ്ച തുടക്കത്തിൽ കണ്ടു. അങ്ങനെ കൂടുതൽ ചെറു പാർട്ടികളെ കൂടെ നിർത്താനുള്ള ശ്രമം വിജയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പിന്നാലെയാണ് VCK ഇന്നലെ പിന്തുണ അറിയിച്ചത്. VCKയ്ക്കും അക്കാര്യത്തിൽ വലിയ ആശങ്കകളും ആശയക്കുഴപ്പവും ഒക്കെ പിന്തുണ നൽകണമോ എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സർക്കാർ രൂപീകരണത്തിൽ പങ്കാളികളാകാമെന്ന് VCKയും അറിയിക്കുന്നു, പിന്തുണ കത്ത് നൽകുന്നു. മുസ്ലിം ലീഗും അവരുടെ 2 MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തമിഴ് രാഷ്ട്രീയ നാടകത്തിന് അവസാനമായത്. സർക്കാർ രൂപീകരണത്തിലേക്ക് ഇപ്പോൾ വിജയ് കടക്കുന്നത്. അതിനുള്ള ചടങ്ങുകൾ ഇതാ തുടങ്ങാൻ പോവുകയാണ്. വിപുലമായ സജ്ജീകരണങ്ങൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖരായ ഓരോരുത്തരായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ രംഗത്ത് നിന്ന്, സിനിമാ രംഗത്ത് നിന്ന്, സാംസ്കാരിക രംഗത്ത് നിന്ന് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇപ്പോൾ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.